1768 അക്കാലത്തെ മഹാശക്തിയായിരുന്ന ഫ്രാൻസ് കോർസിക്ക എന്ന ചെറിയ ദ്വീപ് രാഷ്ട്രത്തിനെ ആക്രമിക്കാനൊരുങ്ങുമ്പോൾ സൈനിക ബലത്തിലും നൂതന ആയുധ വിദ്യകളിലുമൊക്കെ ഫ്രാൻസിനേക്കാൾ വളരെ പിന്നിലായിരുന്ന കോർസിക്ക തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധം തുടങ്ങി കൃത്യം 1 വർഷമാകുമ്പോഴേക്കും കോർസിക്ക ഫ്രാൻസിന്റെ പിടിയിലായിരുന്നു. യുദ്ധം കഴിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷം കോർസിക്കയിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞിന്റെ പേര് നെപ്പോളിയൻ ബോണോപാർട്ട് എന്നായിരുന്നു. തന്റെ 9ാം വയസ്സിൽ ഫ്രാൻസിലെ ഒരു മിലിറ്ററി സ്കൂളിൽ നെപ്പോളിയൻ ചേരുകയാണ്. അത് കഴിഞ്ഞ് 7 വർഷങ്ങൾക്കു ശേഷം തന്റെ 16ാം വയസ്സിൽ ഫ്രഞ്ച് മിലിറ്ററിയിലെ ആർട്ടിലറി സ്ട്രൈക്ക് ഡിവിഷനിലെ ഓഫീസറായി നെപ്പോളിയൻ ചാർജ് എടുക്കുകയാണ്. അതിന് 4 വർഷങ്ങൾക്കു ശേഷം 1889 ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. അതിൽ വിപ്ലവക്കാരുടെ ഭാഗത്തായിരുന്നു നെപ്പോളിയൻ. വർഷങ്ങൾ നീണ്ട യുദ്ധങ്ങൾക്കൊടുവിൽ ഫ്രാൻസിൽ രാജഭരണം അവസാനിച്ചു. പക്ഷേ ഇതറിഞ്ഞ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്കയിലാകുകയാണ് ചെയ്തത്. കാരണം ഇത് തങ്ങളുടെ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്നോ. ഇതൊഴിവാക്കാൻ വേണ്ടി ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഫ്രാൻസിൽ രാജഭരണം കൊണ്ടുവരാൻ വേണ്ടി വളരെ രഹസ്യമായി ഫ്രാൻസിനെ ആക്രമിക്കാനൊരുങ്ങുകയാണ്. പക്ഷേ ഈ വിവരം ചോർന്ന് ഫ്രാൻസിന്റെ ചെവിയിലെത്തുകയാണ്. ഇതറിഞ്ഞ നിമിഷം തന്നെ ഫ്രാൻസിലെ നേതാക്കൾ സൈനികരെ 2 ഭാഗങ്ങളായി വിഭജിക്കുകയാണ്. വടക്കൻ ഭാഗത്ത് ജോർദാൻ മൗറ നയിക്കുന്ന സൈന്യവും അതോടൊപ്പം തെക്കൻ ഭാഗത്ത് നെപ്പോളിയൻ നയിക്കുന്ന സൈന്യവുമായിരുന്നു. നെപ്പോളിയന് കൊടുത്തത് വളരെ ശക്തി കുറഞ്ഞ സൈനികരെ ആയിരുന്നു. കാരണം ശത്രുക്കളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമായിട്ടാണ് അവർ ആ സൈന്യത്തിനെ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് നെപ്പോളിയന് അറിയില്ലായിരുന്നു. നെപ്പോളിയൻ തന്റെ സൈന്യത്തിന് ആത്മവിശ്വാസം നൽകി അവരെ മനസ്സുകൊണ്ട് കരുത്തന്മാരാക്കി. പക്ഷേ അവരുടെ എതിരാളി ഇറ്റലി അവരെക്കാൾ 10 മടങ്ങ് ശക്തരായിരുന്നു. അതുകൊണ്ട് നെപ്പോളിയൻ ചരിത്രത്തിലെ പല രാജാക്കന്മാരും ഉപയോഗിച്ച തന്ത്രമായ ഗൊറില്ല യുദ്ധതന്ത്രമാണ് അതിന് ഉപയോഗിച്ചത്. അങ്ങനെ ഇറ്റലിയെ കീഴടക്കിയതിനു ശേഷം നെപ്പോളിയന്റെ അടുത്ത ലക്ഷ്യം ഓസ്ട്രിയ ആയിരുന്നു. പക്ഷേ നെപ്പോളിയൻ ആക്രമിക്കുന്നതിന് മുമ്പേ തന്നെ ഓസ്ട്രിയ ഫ്രാൻസുമായി സമാധാന കരാർ ഒപ്പുവെച്ചിരുന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞ് നെപ്പോളിയൻ സ്വന്തം രാജ്യത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് വൻ സ്വീകരണമായിരുന്നു. പക്ഷേ ചില അധികാരികൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ജനങ്ങളുടെ സ്വാധീനമുള്ള നെപ്പോളിയൻ തങ്ങളെ പിന്തള്ളി ഭരണം ഏറ്റെടുക്കുമോ എന്നായിരുന്നു അവരുടെ പേര്. അതുകൊണ്ട് നെപ്പോളിയനെതിരെ അവർ ഗൂഢാലോചനകൾ നടത്താൻ തുടങ്ങി. അങ്ങനെ അവരൊരു വഴി കണ്ടെത്തി. എന്തെന്ന് വെച്ചാൽ അക്കാലത്തെ ഒരു മഹാശക്തിയായിരുന്നു ബ്രിട്ടൻ. അവർക്ക് ലോകം മുഴുവൻ കോളനികൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈജിപ്ത്. ബ്രിട്ടൻ വളരെ കൂടുതൽ സൈന്യത്തെ ഉപയോഗിച്ചാണ് ഈജിപ്ത് കീഴടക്കിയത്. അതുപോലെ തന്നെ ഈജിപ്തിന്റെ അതിർത്തികളിൽ ബ്രിട്ടൻ വളരെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നെപ്പോളിയനെ വളരെ ശക്തി കുറഞ്ഞ സൈന്യവുമായി ഈജിപ്ത് കീഴടക്കാൻ വിടുക. അവരുടെ ആജ്ഞ അനുസരിച്ച് നെപ്പോളിയൻ ഈജിപ്ത് കീഴടക്കാനായി പുറപ്പെട്ടു. കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നെപ്പോളിയനെയും സൈനികരെയും ബ്രിട്ടൻ കടലിൽ വെച്ച് തന്നെ ആക്രമിച്ചു. ഇതുവരെ കരയിൽ വെച്ച് മാത്രമേ നെപ്പോളിയൻ യുദ്ധം ചെയ്തിട്ടുള്ളൂ. കടലിൽ വെച്ച് ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ബ്രിട്ടീഷ് സൈനികരുടെ അവസ്ഥ നേരെ വിപരീതമായിരുന്നു. ബ്രിട്ടന്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ നെപ്പോളിയനും സൈനികരും പിൻവലിഞ്ഞു. തിരിച്ചു ഫ്രാൻസിലേക്ക് പോകുമ്പോൾ നെപ്പോളിയന്റെ മനസ്സിൽ ജനങ്ങൾ തന്നെ എങ്ങനെ കാണുമെന്നായിരുന്നു. ഫ്രാൻസിലെത്തിയപ്പോൾ നെപ്പോളിയൻ ആകെ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെ ഗംഭീരമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ നെപ്പോളിയന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്താലും അതിനെ എതിർക്കില്ല എന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം സൈനികരെ ഉപയോഗിച്ച് കൊട്ടാരം വളഞ്ഞ് സ്വയം ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ നെപ്പോളിയൻ ഫ്രാൻസിന്റെ കീഴിലുള്ള രാജ്യങ്ങളുടെയും ചക്രവർത്തിയായി. ഇതറിഞ്ഞ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ അപകടം മണത്തു. അങ്ങനെ അവർ ഒരു പ്രാവശ്യം കൂടി ഫ്രാൻസിനെ ആക്രമിക്കാൻ ഒത്തുകൂടി. പക്ഷേ ഇപ്രാവശ്യം അവരോടൊപ്പം റഷ്യയും കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ വിവരങ്ങൾ ചോരാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ അവർ ഫ്രാൻസിനെ ആക്രമിക്കാനായി തുടങ്ങി. പക്ഷേ ഈ വിവരം നെപ്പോളിയൻ അറിഞ്ഞത് വളരെ വൈകിട്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നെപ്പോളിയൻ തന്റെ എല്ലാ സൈന്യത്തെയും കൂട്ടി അവരെ ആക്രമിക്കാൻ പോയി. പക്ഷേ നെപ്പോളിയൻ ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. താനിനി നേരിടാൻ പോകുന്നത് റഷ്യൻ സൈന്യത്തിന്റെ പ്രഗത്ഭനായ കമാൻഡറായ അലക്സാണ്ടർ സുക്കറോവിനെയാണെന്ന്. അദ്ദേഹം ഇതുവരെ ഒരു യുദ്ധം പോലും തോറ്റിട്ടില്ല. ഫ്രാൻസും റഷ്യയും തമ്മിൽ വളരെ ശക്തിയിൽ പൊരുതി. പക്ഷേ യുദ്ധം ഒന്നിലും എത്തി നിന്നില്ല. അപ്പോഴാണ് നെപ്പോളിയന് മനസ്സിലായത് തനിക്ക് പറ്റിയ ഒരു എതിരാളി കിട്ടിയിരിക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ നെപ്പോളിയൻ തന്റെ യുദ്ധതന്ത്രങ്ങൾ മാറ്റി. പിന്നെ കണ്ടത് ചരിത്രമായിരുന്നു. റഷ്യക്കെതിരെയുള്ള ഫ്രാൻസിന്റെ ഉജ്ജ്വല പോരാട്ടം. അങ്ങനെ ആദ്യമായി അലക്സാണ്ടർ സുക്കറോവ് ഒരു യുദ്ധം തോറ്റു, അതും നെപ്പോളിയനെതിരെ. യുദ്ധത്തിന് ശേഷം നെപ്പോളിയൻ തിരികെ ഫ്രാൻസിലെത്തി. പക്ഷേ ഉണ്ടായ തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ റഷ്യയും ഓസ്ട്രിയയും ഒരു വട്ടം കൂടി നെപ്പോളിയനെ ആക്രമിക്കാനായി പദ്ധതിയിട്ടു. ഇപ്രാവശ്യം ആദ്യം ആക്രമിച്ചത് ഓസ്ട്രിയയാണ്. പക്ഷേ ഈ വിവരം നെപ്പോളിയന്റെ ചെവിയിൽ എത്തിയപാടും അദ്ദേഹത്തിന്റെ മുഴുവൻ സൈന്യത്തെയും കൂട്ടി ഓസ്ട്രിയയെ ആക്രമിക്കാനായി പോയി. അങ്ങനെ ഓസ്ട്രിയൻ സൈന്യത്തിന് കീഴടക്കിയ നെപ്പോളിയനും സൈനികരും കണ്ടത് റഷ്യൻ സൈന്യം അവരെ ആക്രമിക്കാനായി ഓസ്ട്രിയയിലേക്ക് വരുന്നതായിരുന്നു. നെപ്പോളിയന്റെ സൈനികരെ ഓസ്ട്രിയയിൽ കണ്ടപ്പോൾ തന്നെ റഷ്യൻ സൈന്യം പിന്തിരിഞ്ഞ് മോസ്കോയിലേക്ക് പോയി. പിന്നാലെ നെപ്പോളിയന്റെ സൈന്യവും ഉണ്ടായിരുന്നു. മോസ്കോയിൽ എത്തിയ പാടും 2 സൈന്യങ്ങളും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. പക്ഷേ യുദ്ധം ചെയ്ത് നെപ്പോളിയന്റെ സൈന്യം റഷ്യയുടെ തണുപ്പുള്ള ഭാഗങ്ങളിലേക്ക് പോകുകയായിരുന്നു. അത് നെപ്പോളിയന് മനസ്സിലായത് ഒരു ഐസായി പോയ തടാകം കണ്ടപ്പോഴാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നെപ്പോളിയൻ തന്റെ സൈന്യത്തോട് പിന്തിരിയാനായി പറഞ്ഞു. പക്ഷേ പിറകെ തന്നെ റഷ്യൻ സൈന്യം ഉണ്ടായിരുന്നു. അതുപോലെ അവർ പോകുന്ന വഴിയിൽ ഓസ്ട്രിയയുടെ സൈന്യം സജ്ജ
സജ്ജമായിരിക്കുന്നുണ്ടായിരുന്നു. റഷ്യൻ സൈന്യവും ഓസ്ട്രിയൻ സൈന്യവും നെപ്പോളിയന്റെ സൈന്യത്തെ 4 പാടു നിന്നും വളഞ്ഞു. ഇതേ സമയം ഫ്രാൻസിൽ മരണപ്പെട്ട ലൂയി 16 സഹോദരൻ രാജഭരണം ആരംഭിച്ചിരുന്നു. അതേസമയം നെപ്പോളിയന് സെയിന്റ് ഹെലന എന്നൊരൊറ്റപ്പെട്ട ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ആ ദ്വീപിൽ 6 വർഷം താമസിച്ചതിനു ശേഷം തന്റെ 51 വയസ്സിൽ നെപ്പോളിയൻ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ അവസാനമായി നെപ്പോളിയൻ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിലെത്തി. ഇപ്പോഴും അദ്ദേഹത്തിന് ജനങ്ങളുടെ വക വൻ സ്വീകരണമുണ്ടായിരുന്നു.